എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 7ാമത്തെ സർഗത്തിലെ 73ഉം 74ഉം ശ്ലോകങ്ങൾ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഇന്നത്തെ ഈ 2 ശ്ലോകങ്ങളും നാളത്തെ 2 ശ്ലോകങ്ങളും കൂടി കഴിഞ്ഞാൽ ഈ സർഗത്തിന് പരിസമാപ്തി വരികയാണ്. ആകെ 76 ശ്ലോകങ്ങളാണുള്ളത്. ഇവിടെ ശിശിരത്തിൻ്റെ ശക്തി വർണ്ണിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു. നമുക്ക് 73ാമത്തെ ശ്ലോകം വായിക്കാം. എന്താണ് അതിൽ? ശിശിരം എങ്ങനെയാണ് മനുഷ്യരെയൊക്കെ ബാധിക്കുന്നത് എന്നാണ് പറയണത്. വസന്തമാലിക വൃത്തം തന്നെയാണ് ഈ 2 ശ്ലോകങ്ങളിലും ഉള്ളത്. ന പൃഥക്ഷണമപ്യചേതകാചിദ്യുവതിർമാനസമാകുലാപി തൽപേ ശിശിരസമയോ ഗുണേന തേന സ്പൃഹണീയസുതരാം ബഭൂവയൂനാം. നമുക്ക് പദച്ഛേദം നോക്കാം ആദ്യം. ന പൃഥക് ക്ഷണം അഭി അശേത കാചിത് യുവതി മാനസമാകുലാ അഭി തൽപേ ശിശിരസമയ ഗുണേന തേന സ്പൃഹണീയ സുതരാം ബഭൂവ യൂനാം. സ്പൃഹണീയ എന്നാണ് വാക്ക് വരേണ്ടത്. സംസ്കൃതത്തിൽ എഴുതിയപ്പോൾ അവിടെ അച്ചടിത്തെറ്റ് വന്നിട്ടുണ്ട്. സ്പൃഹണീയ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഗായ് അല്ല, അവിടെ ഹ എന്നുള്ള അക്ഷരമാണ് വരേണ്ടത്. ഇവിടെ യുവതികളെ പറ്റിയിട്ടാണ് വർണ്ണിക്കുന്നത്. മാനസമാകുല അഭി കാചിത് യുവതി. മാനസമാകുല, മാനം എന്ന് പറഞ്ഞാൽ ഈ സൗന്ദര്യപ്പണക്കത്തിനെ പറയണ ഒരു വാക്കാണ് മാനം. ആ മാനം കൊണ്ട് സമാകുലമായ, വല്ലാതെ വിഷമിക്കുന്നതായ മനസ്സോടുകൂടിയ ഒരുവൾ പോലും മാനസമാകുലാഭി കാചിത് യുവതി. ഈ ശിശിരകാലത്ത് ദുരഭിമാനം കൊണ്ട് അല്ലെങ്കിൽ ചെറിയ ചെറിയ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലൂടുക എന്നുള്ളത് ഭാര്യാഭർത്താക്കന്മാർക്കായാലും കാമിനി കാമുകന്മാർക്കായാലും ഒക്കെ നടക്കാറുണ്ട്. അതൊക്കെ ഉണ്ടാവാറുണ്ട്. ഒരിക്കലും തല്ലൂടാറില്ല എന്നൊന്നും പറയണതിൽ ഒരർത്ഥമില്ല. തല്ലൂടിയാലേ ബന്ധം ശക്തിയാവുള്ളൂ. അങ്ങനെ ആ തല്ലൂടൽ ഇല്ലാതെയാക്കുമ്പോഴാണ് സമരസപ്പെടുക. അത് എല്ലാവരുടെ മനസ്സിലും, പുരുഷന്മാരുടെയും സ്ത്രീകളുടെയൊക്കെ മനസ്സിൽ ഈ ഏറ്റക്കുറച്ചിലുകൾ അല്ലെങ്കിൽ ഒരു പിണക്കം വരൽ ഒക്കെ സംഭവിക്കാറുണ്ട്. അതൊക്കെ പരസ്പരം തീർക്കുക. അങ്ങനെയാണ് ബന്ധം ഒന്നുകൂടിയും ദൃഢമാവണത്. അപ്പോൾ അങ്ങനെ ഒരു യുവതിയും മാനം കൊണ്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞതായ സൗന്ദര്യപ്പിണക്കം കൊണ്ട് മിണ്ടാതെയൊക്കെ ഇരിക്കുന്നുണ്ടാവാം അതിന് തൊട്ടു മുമ്പുള്ള കാലം വരെ. പക്ഷേ ഈ ശിശിരകാലത്ത് അങ്ങനെ ഒരു സൗന്ദര്യപ്പിണക്കത്തിന് ഇടവരില്ല. സാധാരണഗതിയിൽ ഈ പറഞ്ഞതായിട്ടുള്ള സൗന്ദര്യപ്പിണക്കം ഉണ്ടാവുന്നത് സ്ത്രീകളെ വേണ്ടതുപോലെ പരിഗണിച്ചില്ല എന്നുള്ള അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് ഉണ്ടാവുക. സ്ത്രീകൾക്ക് അവർ വിചാരിക്കുന്ന സമയത്ത്, അവർക്ക് തോന്നുന്ന സമയത്ത് അവരെ വേണ്ടതുപോലെ കരുതിയിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ദേഷ്യം വരും. പുരുഷന്മാർക്ക് അങ്ങനെയല്ല, വേറെ ചില തരത്തിലായിരിക്കും ദേഷ്യം വരിക. ആ തരത്തിലുള്ള ദേഷ്യങ്ങളൊക്കെ ശിശിരകാലം വരണതോടു കൂടിയിട്ട് തീർന്നു പോകുന്നുണ്ട് എന്നാണ് കവി ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതാണ് ഇവിടെ യുവതികളെ പറ്റിയിട്ടാണ് പറയണത്. മാനസമാകുലാഭി കാചിത് യുവതി തൽപേ ക്ഷണമഭി ന പൃഥക് അശേത. തൽപേ, അങ്ങനെ ഒരു പെൺകുട്ടി പോലും തൻ്റെ കാന്തനാൽ പരിഗണിക്കപ്പെടാതെ തൽപ്പത്തിൽ കിടക്കയിൽ ക്ഷണമഭി ന അശേത. പൃഥക് ക്ഷണമഭി ന അശേത. പൃഥക് എന്ന് പറഞ്ഞാൽ വേർപാട് അനുഭവിച്ചുകൊണ്ട് മാറിയിട്ട്, ഭാര്യയും ഭർത്താവും കൂടി ഒരുമിച്ചാണ് കിടക്കാറുണ്ടാവുക. അപ്പോൾ തല്ലുകൂടിയിട്ട് മാറിപ്പോയി കിടക്കുന്നുണ്ടാവും. അങ്ങനെ ശിശിരകാലത്ത് ഒരു പെൺകുട്ടിക്കും മാറിപ്പോയി കിടക്കേണ്ടതായി വന്നിട്ടില്ല. അതാണ് തൽപേ, കിടക്കയിൽ. പൃഥക്, മാറിയിട്ട് അല്ലെങ്കിൽ വേർപാട് അനുഭവിച്ചുകൊണ്ട്. ക്ഷണമഭി, ഒരു നിമിഷ നേരം പോലും. ന അശേത, കിടക്കേണ്ടതായിട്ട് വന്നില്ല. എല്ലാവരും ആദ്യം, അതായത് ഈ രാത്രിയൊക്കെ ആവുന്നതിന് മുമ്പ് എന്തെങ്കിലും പിണക്കങ്ങളുണ്ടെങ്കിൽ അതൊക്കെ തീർത്തിട്ട് ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുകയാണ് പതിവ്. അവരുടെ ഇഷ്ടങ്ങൾ മുഴുവനും ആ കാലങ്ങളിൽ വേണ്ടുവോളം നടന്നിരുന്നു. അതുകൊണ്ട് അവരുടെ ഇത്തരത്തിലുള്ള പിണക്കങ്ങളൊന്നും നിലനിന്നിരുന്നില്ല. മറ്റ് ഋതുക്കളിൽ ചിലപ്പോൾ കുറച്ചും കൂടിയൊക്കെ നിലനിൽക്കും. എന്തുകൊണ്ട്? വേനൽക്കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ അടുത്ത് തൊട്ടന്നെ കിടക്കാൻ വയ്യാണ്ടാവും ഉഷ്ണിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് ആ കാലങ്ങളിൽ ഉള്ളതിനേക്കാൾ സൗകര്യം ഇത്തരത്തിലുള്ള പിണക്കങ്ങൾ മാറ്റാൻ
തണുപ്പ് കാലത്താണ്. തണുപ്പ് കാലം അതിന് വേണ്ട വിധം എല്ലാ സഹായ സഹകരണങ്ങളും ഉറപ്പാക്കി ഒരു സുഹൃത്തിനെ പോലെ എന്നുള്ളത് കൂടി ഇവിടെ വായിച്ചെടുക്കാൻ പറ്റും. അതാണ് ഒരു നിമിഷം പോലും അവർക്ക് വേർപെട്ട് കിടക്കേണ്ടതായിട്ട് വന്നില്ല. അതുകൊണ്ട് തന്നെ തേന ഈ പറഞ്ഞതായ കാരണം കൊണ്ട് തന്നെ തേന ഗുണേന, ഈ പറഞ്ഞ കാരണം ഒരു വലിയ ഗുണമാണ്, ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഗുണമാണ്. അതുകൊണ്ട് ശിശിരസമയ യൂനാം സ്പൃഹണീയ സുതരാം സ്പൃഹണീയ ബഭൂവ. അതുകൊണ്ട് തന്നെ ഈ ശിശിരകാലം യൂനാം യുവാക്കൾക്ക് എന്ന് പറയുമ്പോൾ സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും നിതരാം നല്ലവണ്ണം സ്പൃഹണീയമായി തീർന്നു. അതായത് മറ്റു ഋതുക്കളെ വച്ച് ശിശിരകാലത്ത് തല്ലൂടലൊക്കെ വേഗം മാറി കെട്ടിപ്പുണർന്ന് കിടക്കാൻ പറ്റുമെന്നുള്ളത് കൊണ്ട് എല്ലായ്പ്പോഴും ഈ ഒരു ഋതു വരികയാണ് നല്ലത് എന്ന് യുവാക്കൾ ചിന്തിച്ചിട്ടുണ്ടാവാം എന്ന് കവി തൻ്റെ ഭാവനയിൽ കാണുകയാണ്. അതുകൊണ്ട് സ്പൃഹണീയമായി തീർന്നു ശിശിരകാലം. അവരുടെ തല്ലൂടലുകളൊക്കെ മാറി നിന്നതുകൊണ്ട് ഈ ഗുണം ശിശിരകാലത്തിനുള്ളത് കൊണ്ട് എപ്പോഴും ശിശിരമുണ്ടാവണമെന്ന് ചെറുപ്പക്കാർ വിചാരിച്ചിട്ടുമുണ്ടാവാം എന്നാണ് കവി പറയണത്. നമുക്ക് അടുത്ത ശ്ലോകം കൂടി നോക്കാം. 74-ാമത്തെ ശ്ലോകം നോക്കൂ. അഭിനക്രമഹശ്ച വർത്തമാനാഃ പഥികാ പുണ്യഹുതാശനോപകണ്ഠേ പ്രമദാപരിരംഭണാപനേയാന്ന വിഷോഢും ശിശിരവ്യഥാമജാനൻ. ആദ്യം പദച്ഛേദം പറയാം. അഭി നക്തം അഹശ്ച വർത്തമാനാഃ പഥികാഃ പുണ്യഹുതാശനോപകണ്ഠേ പ്രമദാപരിരംഭണാപനേയാം ന വിഷോഢും ശിശിരവ്യഥാം അജാനൻ. ഈ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞ ഏതാണ്ട് അതേ അർത്ഥം തന്നെ വരണതായിട്ടുള്ളൊരു ശ്ലോകമാണ്. യുവാക്കന്മാരൊക്കെ വീട്ടിൽ ഒതുങ്ങിക്കൂടി എന്ന് പറയണ പോലെ തന്നെയാണ് ഇവിടെ പഥികന്മാരെ പറ്റിയിട്ടാണ് പറയണതെന്നേ ഉള്ളൂ. പഥികന്മാരെന്ന് പറഞ്ഞ പേര് തന്നെ വഴിയാത്രക്കാരെന്നാണ്. പക്ഷേ ഇവരെ ഇപ്പോൾ പഥികന്മാരെന്ന് വിളിക്കാൻ പറ്റില്ല. അവരൊക്കെ ഇങ്ങനെ വീട്ടിൽ അടുപ്പിന് ചുറ്റും തന്നെ കഴിച്ചു കൂട്ടി, തണുപ്പ് അകറ്റാൻ വേണ്ടിയിട്ട് തീ കാഞ്ഞുകൊണ്ട് അങ്ങനെ കഴിച്ചു കൂട്ടി എന്നാണ് പറയണത്. അതാണ് പഥികാഹ. പഥികന്മാർ നക്തമഹശ്ച, നക്തം അഹശ്ച, രാത്രി പകൽ ഭേദമില്ലാതെ എല്ലാ സമയത്തും പുണ്യഹുതാശനോപകണ്ഠേ വർത്തമാനാഹ അഭി. പുണ്യഹുതാശന ഉപകണ്ഠം, ഹുതാശനൻ അഗ്നി, പുണ്യഹുതാശനൻ എന്ന് പറയുമ്പോൾ യാഗാദി കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അഗ്നിക്ക് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അഗ്നി സ്വയം ശുദ്ധമാണെന്നുള്ളത് കൊണ്ട് പുണ്യഹുതാശനൻ എന്ന് സ്വയം പറയുകയും ചെയ്യാം. ആ അഗ്നിയുടെ ചുറ്റുമാണ് ഇരിക്കുന്നത്. പുണ്യഹുതാശനോപകണ്ഠേ വർത്തമാനാഹ പഥികാഹ, പഥികന്മാർ അതിന് ചുറ്റുമാണ് ഇരിക്കുന്നത് എങ്കിൽ പോലും അവർക്ക് എന്താണ് അവർക്ക് വേറെ ഒരു തരം ചൂട് കൂടി കിട്ടുന്നുണ്ട്. അതാണ് ഇവിടെ കവി വർണ്ണിക്കാൻ പോണത്. പ്രമദാപരിരംഭണാപനേയാം ശിശിരവ്യഥാം വിഷോഢും ന അജാനൻ എന്നാണ് ഇവിടെ പറയണത്. അപ്പോൾ അവരിങ്ങനെ തീയിന് ചുറ്റും തീക്കാഞ്ഞുകൊണ്ടൊക്കെയാണ് ഇരിക്കണത് എങ്കിൽ പോലും അവർക്ക് പ്രമദാപരിരംഭണം കൊണ്ട് ഇല്ലാതെയാക്കാവുന്നതായ, അതാണ് പ്രമദാപരിരംഭണ അപനേയാം, പ്രമദകളാൽ സ്ത്രീകളാൽ അവരവരുടെ പ്രിയപ്പെട്ട കാന്തമാരാൽ പരിരംഭണം നടത്തിയിട്ട് ഒഴിവാക്കാനാകാവുന്ന, അതായത് ഇല്ലായ്മ ചെയ്യാവുന്ന പ്രമദാപരിരംഭണ അപനേയാം ശിശിരവ്യഥാം, ശിശിരകാലത്തെ വ്യഥയെ ഇല്ലായ്മ ചെയ്യുന്ന, അതാണ് ശിശിരവ്യഥാം വിഷോഢും. വിഷോഢും എന്ന് പറഞ്ഞാൽ മർഷിതും, അതിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ സഹിക്കാൻ പറ്റുന്ന രീതിയിൽ അതിനെ സഹിക്കുവാൻ എന്നുള്ള അർത്ഥമാണ് എടുക്കേണ്ടത്. മർഷിതും ന അജാനൻ, അവർക്ക് അറിഞ്ഞില്ല, അവർക്ക് പറ്റിയില്ല എന്നർത്ഥം. അതായത് തീയിൻ്റെ ചുറ്റുമൊക്കെ ഇരുന്നു കൊണ്ട് ഒരു വിധത്തിലുള്ള തണുപ്പൊക്കെ അകറ്റി നല്ല ചൂടാക്കി ശരീരമെങ്കിൽ കൂടി ഈ ശിശിരകാലത്തെ തണുപ്പിനെ ഇല്ലായ്മ ചെയ്യാൻ കാന്താപരിരംഭണമാണ് ഏറ്റവും നല്ലത്. കാന്താപരിരംഭണം നല്ലവണ്ണം ലഭിക്കുമ്പോൾ അതുകൊണ്ട് മാത്രം ഇല്ലായ്മ ചെയ്യുന്നതായിട്ടുള്ള തണുപ്പ് കാലത്തെ വ്യഥയെ പറ്റി അവർ അറിഞ്ഞില്ല.
അതാണ്, അങ്ങനെയാണ് അർത്ഥം പറയേണ്ടത്. വ്യാഖ്യാനത്തിൽ കുറച്ച് തെറ്റിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് യഥാർത്ഥത്തിൽ ഈ തണുപ്പ് അകറ്റണമെങ്കിൽ തീന് ചുറ്റും ഇരുന്നാൽ മാത്രം പോരാ, കാന്തയുടെ പരിരംഭണം കൂടി വേണം. ഇവിടെ സ്ത്രീകൾ ഈ പറഞ്ഞ പഥികന്മാർക്ക് വേണ്ടുവോളം എല്ലാ സേവനങ്ങളും ചെയ്തു കൊടുക്കുന്നത് കൊണ്ട് ഈ തണുപ്പ് കാലത്ത് കാന്താപരിരംഭണം കൊണ്ട് മാത്രം ഉണ്ടാകുന്നതായ തണുപ്പ് അകറ്റൽ അല്ലെങ്കിൽ ശരീരത്തിന് ചൂടുപിടിക്കൽ അത് എന്താണ് എന്ന് അവർ തിരിച്ചറിഞ്ഞില്ല. അതായത് എങ്ങനെ തണുപ്പ് വന്ന് ആക്രമിച്ചാലും തീ കാഞ്ഞത് കൊണ്ട് മാത്രമാവുന്നില്ല, കാന്തയുടെ സാമീപ്യം കൊണ്ട് ഇല്ലാതെയാവുന്ന തണുപ്പുണ്ട്. അതവർക്ക് വേണ്ടുവോളം കിട്ടിയത് കൊണ്ട്, കാന്താ സാമീപ്യം നല്ലവണ്ണം ഉണ്ടായത് കൊണ്ട് ഏത് തരത്തിലുള്ള തണുപ്പാണ് സഹിക്കാൻ പറ്റാത്തത്, ശിശിരത്തിൻ്റെ ഏത് തണുപ്പാണ് സഹിക്കാൻ പറ്റാത്തത് എന്നുള്ളത് അവർക്ക് മനസ്സിലായില്ല. എപ്പോഴും കാന്തകൾ സമീപത്തുള്ളത് കൊണ്ട് എന്നാണ് കവി പറയണത്. നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. ന പൃഥക്ഷണമപ്യശേദകാചിദ്യുവതിർമാനസമാകുലാപി തൽപേ ശിശിരസമയോ ഗുണേന തേന സ്പൃഹണീയസുതരാം ബഭൂവയൂനാം അഭിനക്തമഹശ്ച വർത്തമാനാഃ പഥികാ പുണ്യഹുതാശനോപകണ്ഠേ പ്രമദാപരിരംഭണാപനേയാന്ന വിഷോഢും ശിശിരവ്യഥാമജാനൻ. ശിശിരകാലത്തെ പറ്റി വർണ്ണിക്കുന്ന സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്ന് നിർത്തട്ടെ. നന്ദി.